ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടി സുനിയുടെ പരോൾ റദ്ദാക്കി. വയനാട് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജൂലൈ 21-നാണ് കൊടി സുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. ഇന്നലെ രാത്രി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. നിഖിൽ അളവൂരുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ വ്യവസ്ഥ എങ്ങനെയാണ് ലംഘിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, കൊടിസുനിക്ക് ജൂലൈ 21 പരോൾ നൽകുന്ന സമയത്ത് കൃത്യമായി അതിൽ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതായത് വയനാട് ജില്ലയിലെ മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എല്ലാ ആഴ്ചകളിലും എന്നതായിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ സുനി ലംഘിച്ചു. ഇതിനെ തുടർന്നാണ് വയനാട് മീനങ്ങാടി സിഐ ഇത്തരത്തിലുള്ള റിപ്പോർട്ട്, ഈ പരോൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടി.പി. കേസ് പ്രതിയായ കൊടിസുനിയുടെ പരോൾ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു. സുനി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉള്ളത് നേരത്തെ മറ്റൊരു കോടതി നടപടിയുടെ കൂടി ഭാഗമായിട്ടാണ്. മാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നുണ്ട്. ആ വിചാരണയുടെ ഭാഗമായിട്ടാണ് സുനി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറിയത്. നേരത്തെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സുനിക്ക് വിലക്കുണ്ടായിരുന്നു. അത് ഇളവ് ചെയ്ത് കൊടുത്തത് ഈ മാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേണ്ടിയായിരുന്നു. തലശ്ശേരി കോടതിയിൽ അതിന്റെ നടപടികൾ നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ മാസം 17-ാം തീയതി ഇത്തരത്തിൽ കോടതിയിലേക്ക് പോകുന്നതിനിടെ സുനി മദ്യപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ശരി, ടി.പി. ചന്ദ്രശേഖർ കൊലക്കേസ് പ്രതി കൊടി സുനിയുടെ പരോൾ റദ്ദാക്കിയിരിക്കുന്നു. വയനാട് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന പരോൾ വ്യവസ്ഥ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.